ഡിജിറ്റൽ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ. ഇത് ബാങ്കിംഗ്, ബിസിനസ്, ഹെൽത്ത് കെയർ, ഗവൺമെൻറ് സിസ്റ്റം തുടങ്ങി പല മേഖലയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് ചെയിൻ ആദ്യമായി അവതരിപ്പിച്ചത് 2008 ബിറ്റ്കോയിൻ പുറത്തിറങ്ങുമ്പോഴാണ്. സതോഷി നകാമോട്ടോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയോ സംഘമോ ആണ് ഇതിന് പിന്നിൽ. ബിറ്റ്കോയിൻ മാത്രമല്ല, പിന്നീട് പല മേഖലകളിലും ബ്ലോക്ക് ചെയിൻ വ്യാപിച്ചു. ബ്ലോക്ക് ചെയിൻ എന്നാൽ എന്താണെന്ന് നോക്കാം. ബ്ലോക്സ്, ഓരോ ട്രാൻസാക്ഷൻ വിവരവും ബ്ലോക്കുകളായി സൂക്ഷിക്കുന്നു. ചെയിൻസ്, ആ ബ്ലോക്കുകൾ തമ്മിൽ ഒരു ചെയിൻ രൂപത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. ഡീസെൻട്രലൈസേഷൻ, വിവരങ്ങൾ ഒരു കേന്ദ്രത്തിലല്ല, ലോകമെമ്പാടും ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കപ്പെടുന്നു. ട്രാൻസ്പെറൻസി ആൻഡ് സെക്യൂരിറ്റി, ഒരിക്കൽ രേഖപ്പെടുത്തിയ വിവരം മാറ്റാൻ കഴിയില്ല, എല്ലാവർക്കും അത് പരിശോധിക്കാനും കഴിയും. ഇതുതന്നെയാണ് സുരക്ഷയും വിശ്വാസവും നൽകുന്നത്. ടൈപ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ 4 തരത്തിൽ കാണാം. പബ്ലിക് ബ്ലോക്ക് ചെയിൻ, എല്ലാവർക്കും ഉപയോഗിക്കാനാവുന്നത്. ഉദാഹരണമായി ബിറ്റ്കോയിൻ, എത്തേറിയം. എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇത് പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നതാണ്. ആർക്കും ഇതിൽ പ്രവേശിച്ച് ട്രാൻസാക്ഷനുകൾ പരിശോധിക്കാം, മൈനിങ്ങിൽ പങ്കെടുക്കാം. ഉപയോഗങ്ങൾ: ക്രിപ്റ്റോ കറൻസി, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ഡീസെൻട്രലൈസ്ഡ് ആപ്സ്. പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, പ്രത്യേക സ്ഥാപനങ്ങൾക്ക് മാത്രമായി നിയന്ത്രിക്കപ്പെടുന്നത്. ഉദാഹരണം ഹൈപ്പർ ലെഡ്ജർ, റിപ്പിൾ. ഇതിനൊരു സിംഗിൾ ഓർഗനൈസേഷൻ മാത്രമേ നിയന്ത്രണം വഹിക്കൂ. പ്രവേശനം അനുവദിക്കപ്പെടുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയും. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ, പല സംഘടനകളും ചേർന്ന് നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ആർ3 കോഡ, എനർജി വെബ് ഫൗണ്ടേഷൻ എന്നിവ ഉദാഹരണമാണ്. ഇത് പല സ്ഥാപനങ്ങളും ചേർന്ന് നിയന്ത്രിക്കുന്നതാണ്. പബ്ലിക്കിലെ പോലെ എല്ലാവർക്കും തുറന്നതല്ല, പ്രൈവറ്റിലെ പോലെ ഒരു സ്ഥാപനത്തിനും മാത്രം കൈവശവുമല്ല. ബാങ്കുകളുടെ കൂട്ടായ്മകൾ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ മേഖല എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ, പബ്ലിക്കിനും പ്രൈവറ്റിനും മധ്യേ ഉള്ള സമന്വയം. ഡ്രാഗൺ ചെയിൻ, IBM ഫുഡ് ട്രസ്റ്റ് ഉദാഹരണമായി കാണാം. ഇത് പബ്ലിക്കിനും പ്രൈവറ്റിനും ഇടയിലുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ചില ഡാറ്റ കാണാം, പക്ഷേ കൺട്രോൾ മാത്രം സ്വകാര്യ സ്ഥാപനത്തിനായിരിക്കും. ഗവൺമെൻറ് സേവനങ്ങൾ, സപ്ലൈ ചെയിൻ ട്രാൻസ്പെറൻസി എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നു. ബ്ലോക്ക് ചെയിൻ ഇന്നത്തെ കാലത്ത് ഇത്രയും പ്രധാനപ്പെട്ടതിനു പിന്നിൽ ചില കാരണങ്ങൾ. ഡീസെൻട്രലൈസേഷൻ, കേന്ദ്രീകരണത്തിൻ്റെ അഭാവം. കേന്ദ്ര നിയന്ത്രണമില്ല, അതിനാൽ കൂടുതൽ സ്വാതന്ത്ര്യം. ഒരു കേന്ദ്ര ഏജൻസിയുടെ നിയന്ത്രണമില്ലാതെ ലോകമെമ്പാടും ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നു. ഉദാഹരണമായി ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ. ബാങ്ക് ഇടപെടലില്ലാതെ ആളുകൾക്ക് പണം അയക്കാം. ഇന്ത്യയിൽ വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ ബാങ്ക് ചാർജസും സമയവും കൂടുതലാകും. പക്ഷേ ബ്ലോക്ക് ചെയിൻ വഴി കുറച്ച് മിനിറ്റിൽ തന്നെ സെക്യൂറായി അയക്കാം. ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്, വ്യക്തതയും വിശ്വാസവും. എല്ലാവർക്കും രേഖകൾ കാണാനാവും, അതിനാൽ വിശ്വാസം വർദ്ധിക്കുന്നു. എല്ലാ ട്രാൻസാക്ഷനുകളും എല്ലാവർക്കും കാണാൻ കഴിയും. ഒരിക്കൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ആർക്കും മാറ്റാനാവില്ല. ഉദാഹരണമായി സപ്ലൈ ചെയിൻ, ഒരു മരുന്ന് എവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു, എവിടെയൊക്കെ എത്തി, ഒടുവിൽ ഉപഭോക്താവിന് എത്തുന്നതുവരെ മുഴുവൻ വിവരങ്ങളും ട്രാക്ക് ചെയ്യാം. കള്ളമരുന്നുകൾ അല്ലെങ്കിൽ കള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. സെക്യൂരിറ്റി ആൻഡ് ഇമ്മ്യൂട്ടബിലിറ്റി, സുരക്ഷയും മാറ്റാനാകാത്ത രേഖകളും. ഒരിക്കൽ രേഖപ്പെടുത്തിയ വിവരം മാറ്റാൻ കഴിയില്ല. ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. ഒരിക്കൽ ബ്ലോക്കിൽ രേഖപ്പെടുത്തിയാൽ അത് മാറ്റാൻ പറ്റില്ല. വോട്ടിംഗ് സിസ്റ്റം,
ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് ഓൺലൈൻ വോട്ടിംഗ് നടത്തുമ്പോൾ കൃത്രിമ വോട്ടുകൾ ചേർക്കാൻ കഴിയില്ല. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ. ഒരിക്കൽ രേഖപ്പെടുത്തിയ ഉടമസ്ഥാവകാശം പിന്നീട് തട്ടിപ്പിന് വഴങ്ങില്ല. അത് മാറ്റാൻ പറ്റില്ല. എഫിഷ്യൻറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. വേഗത്തിലുള്ള ഇടപാടുകൾ, കുറഞ്ഞ ചെലവ്. ഇടനിലക്കാരില്ലാതെ വേഗത്തിൽ ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്നു. ബാങ്കുകൾ, ഇടനിലക്കാർ എന്നിവരുടെ ഫീസ് ഒഴിവാക്കുന്നു. അന്താരാഷ്ട്ര ഫണ്ട് ട്രാൻസ്ഫർ. ബാങ്ക് വഴി 3 മുതൽ 5 ദിവസം വരെ എടുക്കും. ബ്ലോക്ക് ചെയിൻ വഴി 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ നടക്കും. സ്മോൾ ബിസിനസ്സുകൾക്കും ഫ്രീലാൻസേഴ്സിനും വളരെ പ്രയോജനകരം. കോൺട്രാക്ട്സ്. സ്വയം പ്രവർത്തിക്കുന്ന കരാറുകൾ. ചില നിബന്ധനകൾ നിറവേറ്റുമ്പോൾ സ്വയം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലൂടെ കോൺട്രാക്ട്സ് തയ്യാറാക്കാം. ഇൻഷുറൻസ് ക്ലെയിം. അപകടം നടന്നാൽ പോലീസ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ സിസ്റ്റം സ്വയം ഇൻഷുറൻസ് എമൗണ്ട് റിലീസ് ചെയ്യും. ഫ്രീലാൻസ് ജോലി. ജോലി പൂർത്തിയാക്കിയാൽ സ്വയം ക്ലയൻറ്റിൽ നിന്ന് പണം റിലീസ് ചെയ്യും. എൻഹാൻസ്ഡ് ട്രേസബിലിറ്റി. വഴിത്തിരിവ് ട്രാക്ക് ചെയ്യുക. സാധനങ്ങളുടെ ഉറവിടം മുതൽ യാത്ര മുഴുവനും ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഒരു ഉൽപ്പന്നം എവിടെ നിന്ന് വന്നത്, എങ്ങനെ യാത്ര ചെയ്തു എന്നെല്ലാം അതിനുള്ള മുഴുവൻ രേഖകളും ലഭിക്കും. ഫുഡ് ഇൻഡസ്ട്രി. ഇറക്കുമതി ചെയ്യുന്ന മീൻ അല്ലെങ്കിൽ പഴം എവിടെ നിന്ന് കൊണ്ടുവന്നത്, തണുത്തു സൂക്ഷിച്ചോ, എത്ര സമയത്തോളം യാത്ര ചെയ്തോ എന്ന് മുഴുവൻ അറിയാൻ കഴിയും. ഡയമണ്ട് ട്രേഡിങ്ങിൽ കോൺഫ്ലിക്റ്റ് ഫ്രീ ഡയമണ്ട്സ് തിരിച്ചറിയാൻ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നു. ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി. ബാങ്കിംഗ് സൗകര്യമില്ലാത്തവർക്ക് പോലും സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളാവാം. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്കും ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള മൊബൈൽ വാലറ്റ്സ് ഉപയോഗിച്ച് പണം അയക്കാനും വാങ്ങാനുമാകും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ബാങ്കിംഗ് സിസ്റ്റം ഇല്ലാതെ ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള സേവനങ്ങളെ ആശ്രയിക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ബ്ലോക്ക് ചെയിൻ. ഇത് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സുകളിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും. ബ്ലോക്ക് ചെയിൻ നമ്മൾ എത്ര വേഗത്തിൽ സ്വീകരിക്കുന്നു, അതിനനുസരിച്ച് സമൂഹങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോകും.